ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ ഇൻ LSTD അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാവരും തന്നെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഒരുപാട് വേക്കൻസീസ് പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. സോ അതിൻ്റെ എക്സാംസ് നമുക്ക് ഒരു നമ്മുടെ PSC സൈറ്റിൽ ഒരു എക്സാം ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. അത് പ്രകാരം ഒരു സെപ്റ്റംബർ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ എക്സാംസ് എത്തും. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ LSTDയിൽ ഈ രണ്ട് എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ലെക്ചർ സീരീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ AEയുടെ സിലബസ് ഒന്നും മാറാൻ ചാൻസ് ഇല്ല, പഴയ AE സിലബസ് തന്നെയായിരിക്കും. അപ്പോൾ അത് പ്രകാരം നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സബ്ജക്റ്റ് പഠിച്ചിട്ടേ കാര്യമില്ല. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് ക്വാണ്ടിറ്റി സർവേയിങ്. ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്. എന്താണ് നമ്മുടെ ക്വാണ്ടിറ്റി? എന്ത് ക്വാണ്ടിറ്റിയാണ്? ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ എക്സാക്ട് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്തുമാത്രം ഓരോ ഐറ്റവും നമ്മളിപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാവും, അല്ലെങ്കിൽ സിമെൻറ്റ് എത്രയാവും, കോൺക്രീറ്റ് എത്ര വേണം, അങ്ങനെ നമ്മൾ ഓരോ ക്വാണ്ടിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് വിളിക്കുന്നത്. ദെൻ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഐറ്റത്തിന് നമ്മളൊരു വില അങ്ങിടും. വില നമ്മൾ സ്വന്തമായിട്ട് ഇടുന്നതല്ല, അതിനൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷെഡ്യൂൾ ഓഫ് റേറ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ബുക്കൊക്കെ ഉണ്ടാകും. ഓക്കെ, അതിൻ്റെ ബേസിൽ ഓരോ ഐറ്റത്തിന് ഇത്ര റേറ്റ്, അതായത് വൺ ബാഗ് സിമെൻറ്റിന് ഇത്ര രൂപ, അത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. സോ അതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് എന്തുമാത്രം എക്സ്പെൻഡിച്ചർ ആകും, അതാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. സോ എസ്റ്റിമേഷനകത്ത് എന്തൊക്കെ വരും? നമ്മുടെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വരും. അതുപോലെ തന്നെ ആ ഒരു വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൽ എന്തുമാത്രം എക്സ്പെൻഡിച്ചർ ഉണ്ടാകും എന്നുകൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? എസ്റ്റിമേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി കോസ്റ്റിംഗ് എന്ന് എന്താണ്? നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ഓരോ ദിവസവും ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് മുതൽ എൻഡ് വരെയുള്ള ഓരോ ചിലവും ഞാനിപ്പോൾ ഒരു ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് ഫൈനലി ഞാൻ അതിന് എത്രമാത്രം ചിലവായി, ആ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് എന്തുമാത്രം ചിലവായി എന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു. സോ അവിടെ എന്താണ്, നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അല്ലേ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 3 ടേംസും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് പ്രീവിയസ് ഇയർ PSC എക്സാമിനൊക്കെ ചോദിച്ച സാധനമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ദ ടെക്നിക് ഓഫ് കാൽക്കുലേറ്റിംഗ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എൻക്വയർഡ് ഇൻ എ പർട്ടിക്കുലർ വർക്ക്. ദ നീഡ് ഫോർ എസ്റ്റിമേഷൻ. എന്തിനാണ് നമ്മൾ എസ്റ്റിമേഷൻ എടുക്കുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്കിൻ്റെ കോസ്റ്റ് എത്രയാകും നമുക്കൊരു ഐഡിയ വേണം. ഒരു വർക്കും നമ്മളൊരു ഐഡിയ ഇല്ലാണ്ട്, അതല്ല അതിൻ്റെ കംപ്ലീഷൻ ടൈം എത്രയായിരിക്കും, അല്ലെങ്കിൽ അതിന് എത്ര ചിലവാകും, അങ്ങനെയുള്ള ഐഡിയ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഒരു വർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അല്ലേ? അപ്പോൾ ആ ഒരു കോസ്റ്റ് ഓഫ് വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പറ്റിയ ഒരു ഐഡിയ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റിമേഷൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഫീസിബിലിറ്റി, അതായത് ആ ഒരു വർക്ക് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ദെൻ ഐഡിയ ഓഫ് ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് വർക്ക്. എന്താണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്തുമാത്രം ടൈം എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എസ്റ്റിമേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഇൻവൈറ്റ് ടെൻഡേഴ്സൊക്കെ വിളിക്കുന്നതിന് എന്ത് ചെയ്യും? ഈ ഒരു എസ്റ്റിമേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കോൺട്രാക്ടേഴ്സിൽ നിന്ന് ടെൻഡർ വിളിക്കുക എന്ന് പറയാം. അതായത് ആ ടെൻഡറിൽ എന്തായിരിക്കും ആ കോൺട്രാക്ടർ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തുമാത്രം ചിലവാകും എന്നുള്ള എസ്റ്റിമേഷനൊക്കെ എടുത്ത് ഇത്ര എമൗണ്ടാണ് ഇതിന് ടോട്ടലി ആകുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പേപ്പർ കൊടുക്കും. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് പൈസ ആരാണോ കോട്ട് ചെയ്യുന്നത് ആ കോൺട്രാക്ടറിനായിരിക്കും നമ്മൾ ആ വർക്ക് കൊടുക്കുന്നത്. അതിന് മാത്രം ബേസിസിലല്ല, ആ കോൺട്രാക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വർക്ക് കൊടുക്കുന്നത്. സോ അതിനെയാണ് എന്ത് പറയുന്നത്? ടെൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ നീഡ് ഫോർ എസ്റ്റിമേഷൻ.
ഇനി ഡാറ്റാസ് ഫോർ എസ്റ്റിമേറ്റ്, അപ്പോൾ ഈ നീഡ് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഡാറ്റാസ്, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് 3 ഡേറ്റാസാണ് ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടത്. ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻസ്, റേറ്റ്സ്. ഇങ്ങനെ 3 ഡേറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടത്. ഡ്രോയിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഡ്രോയിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രോയിങ് ഉണ്ട്. അതിനെല്ലാം നമ്മൾ ഓരോ സ്കെയിൽ, ഇത് നിങ്ങൾ ബിൽഡിംഗ് ബൈലോസിൽ പഠിക്കും, ഞാനെങ്കിലും ഇപ്പോൾ പറയുന്നതാണ്. ജസ്റ്റ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം പറഞ്ഞിരിക്കണം, എവിടെയൊക്കെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് എന്നല്ല, ഡീറ്റെയിൽഡ് ഡ്രോയിങ് ആയിരിക്കണം. ആ ഡ്രോയിങ് കാണുമ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ്ങിന് ഓരോന്നിനും മിനിമം സ്കെയിലുണ്ട്. ആ മിനിമം സ്കെയിൽ പഠിച്ചു വയ്ക്കുക. സൈറ്റ് പ്ലാൻ ആണെങ്കിൽ മിനിമം സ്കെയിൽ 1/400 ആണ്. ഓക്കെ, അതുപോലെ സർവീസ് പ്ലാനും എന്തിനാണ് 1/400. അപ്പോൾ സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനും എന്താണ് 1/400 ആണ് മിനിമം സ്കെയിൽ. ഇനി അതിനിടയ്ക്ക് എന്തുണ്ട്, ലേ ഔട്ട് പ്ലാൻ ഉണ്ട്. ലേ ഔട്ട് പ്ലാൻ എന്ന് പറയുന്നത് 1/500 അല്ലെങ്കിൽ 1/400 ആണ് അതിൻ്റെ മിനിമം സ്കെയിൽ. ആൻഡ് മോസ്റ്റ്ലി അതിൻ്റെ ആൻസർ വരുന്നത് 1/500 ആണ്. 1/400 എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്കിൽ 1/400 ആണ് കിടക്കുന്നത്. ദെൻ പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻ, ഇതിനൊക്കെ എന്താണ് മിനിമം സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/100 ആണ്. ദെൻ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിനാണെങ്കിലോ 1/10 to 1/29. അപ്പോൾ ഈ സ്കെയിലുകൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻ 1/100 നമുക്ക് ഓർക്കാം. ദെൻ സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ 1/400. ദെൻ അതിനിടയ്ക്ക് വരുന്ന ലേ ഔട്ട് പ്ലാൻ എന്ന് പറയുന്നത് 1/500 അല്ലെങ്കിൽ 1/400. ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിന് 1/10 to 1/29. ഓക്കെ, ഇനി സ്പെസിഫിക്കേഷൻസ് നമുക്ക് 2 ഉണ്ട്. ജനറൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, അത് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കാം. ജനറൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അതായത് ദീസ് ഗീവ് ദ നേച്ചർ, ക്വാളിറ്റി ആൻഡ് ക്ലാസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് വർക്ക്. അതായത് നമ്മളൊരു ഡ്രോയിങ്ങിൽ ഇപ്പോൾ ഈ നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രോയിങ് എടുത്ത്, ഇപ്പോൾ ബ്രിക്ക് വർക്കിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ കാര്യം വരച്ച് കാണിച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് ആണെങ്കിൽ അതിൽ ബ്രിക്ക് വർക്കാണെന്ന് അറിയാൻ ഹാച്ച് ചെയ്തേക്കും, അത്രേ അതിനകത്ത് എന്ത് ചെയ്യത്തുള്ളൂ, കാണിച്ചേക്കത്തുള്ളൂ. അതിനകത്ത് ഏത് ക്ലാസ് ബ്രിക്ക്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്കാണോ സെക്കൻഡ് ക്ലാസ് ബ്രിക്കാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ബ്രിക്ക് വർക്ക് ചെയ്യുന്നതിന് ഏത് മോട്ടാറാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും എന്ത് ചെയ്യില്ല, നമുക്ക് ഡ്രോയിങ്ങിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് സ്പെസിഫിക്കേഷൻസ് അകത്താണ് നമുക്കത് കിട്ടുന്നത്. സോ നമ്മുടെ ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിന് വേണ്ടിയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് പറയുന്നത്. അതായത് അതിൻ്റെ നേച്ചർ, എന്തുമാത്രം ക്വാളിറ്റിയിൽ നമ്മൾ ആ വർക്ക് ചെയ്യണം. ദെൻ ക്ലാസ് ഓഫ് വർക്ക്, അതായത് ഏത് ക്ലാസ്, അതായത് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ബ്രിക്കാണോ, ബ്രിക്കിൻ്റെ കേസിലാണ്, അതായത് കോൺക്രീറ്റ് ഏത് ടൈപ്പ് യൂസ് ചെയ്യണം, ഇതെല്ലാം എന്താണ് ജനറൽ സ്പെസിഫിക്കേഷനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ജനറൽ ഐഡിയ ഓഫ് ദ ഹോൾ ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ ആൻഡ് ആർ യൂസ്ഫുൾ ഇൻ പ്രിപ്പയറിംഗ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഈ ജനറൽ ക്ലാസ് സ്പെസിഫിക്കേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് എന്താണ്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ആണ്. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എന്തുമാത്രം ക്വാണ്ടിറ്റി ലേ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം. ഇനി നമ്മളിപ്പോൾ ഒരു സിമെൻറ്റ് പ്രൊപ്പോർഷൻ എടുക്കുകയാണെങ്കിൽ, അത് സിമെൻറ്റ് മോട്ടാർ പ്രൊപ്പോർഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പ്രൊപ്പോർഷൻ എത്രയാണ്. ഇനി ആ സിമെൻറ്റ് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പ്രിപ്പറേഷൻ മെത്തേഡ് ഏതാണ്, ഹാൻഡ് മിക്സിംഗ് ആണോ മെഷീൻ മിക്സിംഗ് ആണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത് എന്താണ്, റേറ്റ്സ് ആണ്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ടു ബി സ്പെൻഡ് ഫോർ ദ കംപ്ലീഷൻ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. യൂണിറ്റ് ക്വാണ്ടിറ്റി വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് എത്ര എമൗണ്ട് സ്പെൻഡ് ആവും. അതായത് നമ്മളിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും 1 സ്ക്വയർ ഫീറ്റിന് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. കോൺട്രാക്ടേഴ്സൊക്കെയാണ് നമ്മൾ വീട് വെച്ചിരുന്നെങ്കിൽ അവർ പറയും, ഓക്കെ നിങ്ങളുടെ 1 സ്ക്വയർ ഫീറ്റിന് ഞാൻ ഇത്ര രൂപ വാങ്ങിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ അതാണ് റേറ്റ് എന്ന് പറയുന്നത്. അത് യൂണിറ്റ് ക്വാണ്ടിറ്റി വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് എന്തുമാത്രം സ്പെൻഡ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത്, ദ റേറ്റ്സ് മേ ബി ഒപ്റ്റൈൻഡ് ആണ് ഇവിടെ, ഒപ്റ്റൈൻഡ് ഫ്രം PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക് ഓർ ദ റേറ്റ് മേ ബി വർക്ക്ഡ് ഔട്ട് ബൈ അനാലിസിസ് ഓഫ് റേറ്റ് മെത്തേഡ്. അപ്പോൾ റേറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, അതായത് ഞാൻ പറഞ്ഞില്ലേ 1 സ്ക്വയർ ഫീറ്റിന് ഇത്ര എമൗണ്ട് ആണെന്ന് അവർ പറയുന്നത് എങ്ങനെയാണ്, അവർ ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാവാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ക്വാണ്ടിറ്റി സർവേയർ നമ്മളെ ഇവിടെ നിന്ന് എടുക്കും ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്കിൽ. അതായത് അതിൽ ഒരു റേറ്റ് ബുക്ക് ഉണ്ട്, ആ റേറ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും 1 ക്യൂബിക് മീറ്റർ എർത്ത് വർക്ക് എക്സ്കവേഷന് ഇത്ര രൂപ, അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പറയുന്നതാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ദ റേറ്റ് മേ ബി വർക്ക്ഡ് ഔട്ട് ബൈ അനാലിസിസ് ഓഫ് റേറ്റ്. അനാലിസിസ് ഓഫ് റേറ്റും എന്ത് തന്നെയാണ്, ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്കിലുള്ള ആ റേറ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് അനാലിസിസ് ഓഫ് റേറ്റും ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ എന്താണ് അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് നോക്കാം. അനാലിസിസ് പറഞ്ഞാൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഐറ്റം ഓഫ് വർക്ക് ഫ്രം ദ കോസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ്, ദ കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ മിസ്ലേനിയസ് പെറ്റി എക്സ്പെൻസസ് റിക്വയർ ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ ഈസ് നോൺ ആസ് അനാലിസിസ് ഓഫ് റേറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് മുഴുവനും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മാത്രം പഠിക്കുക. എന്താണ്, നമ്മളൊരു പെർട്ടിക്കുലർ ഐറ്റം ഓഫ് വർക്കിന് ഒരു യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് എന്തുമാത്രം രൂപയാവുമെന്ന് നമ്മൾ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അനാലിസിസ് ഓഫ് റേറ്റ് വിളിക്കുന്നത്. ഈ അനാലിസിസ് ഓഫ് റേറ്റ് എന്തിൻ്റെയൊക്കെ ബേസിലായിരിക്കും, നമ്മളിപ്പോൾ ആ ഒരു മെറ്റീരിയൽ, നമ്മൾ ഏത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ കോൺക്രീറ്റ് തന്നെ, ഞാനിപ്പോൾ M20 ആണോ M15 ആണോ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റ് എത്രയായി, യൂണിറ്റ് ക്വാണ്ടിറ്റിക്ക് കോസ്റ്റ് എത്രയായി, അതുപോലെ തന്നെ ലേബറിൻ്റെ കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും എക്സ്പെൻസസ് ഒക്കെ വരുവാണെങ്കിൽ അതിൻ്റെ എല്ലാം ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് ക്വാണ്ടിറ്റി വർക്കിന് ഇത്ര എമൗണ്ട് ചിലവാകും എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ കോൺട്രാക്ടറാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോൺട്രാക്ടറിന് പ്രോഫിറ്റ് ഇല്ലാണ്ട് അയാൾ ചെയ്യത്തില്ലല്ലോ. സോ കോൺട്രാക്ടറിന് പ്രോഫിറ്റ് കിട്ടാനായിട്ട് 10% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺട്രാക്ടറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ എന്ത് എസ്റ്റിമേഷൻ എടുത്താലും അപ്പോൾ അതിൻ്റെ ഫൈനൽ വരുന്ന വാല്യൂവിൻ്റെ എന്താണ് 10% എക്സ്ട്രാ ആയിരിക്കും എല്ലാവരും കോട്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു 10% എന്തിനാണ്, ഈ കോൺട്രാക്ടറിനുള്ള പ്രോഫിറ്റാണ്. Okay, then rates of materials are usually taken as the rates delivered at the site of work. Okay, അതായത് റേറ്റ് നമ്മൾ എങ്ങനെയാണ്, ചിലപ്പോൾ അത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടൈൽ എടുക്കുന്നു, ആ ടൈൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ബാംഗ്ലൂരിൽ പോയാണ് ഞാൻ ആ ടൈൽ മേടിക്കുന്നതെങ്കിൽ അതിനൊരു റേറ്റ് ആയിരിക്കും. ബട്ട് അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ആ സാധനം കൊണ്ടുവരാൻ ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് എല്ലാം ആവും അല്ലേ. അപ്പോൾ അതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അത് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങി നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ, നമ്മളെ തറയിൽ ടൈലെല്ലാം ഇടുമ്പോൾ അതിൽ 1 സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയായി എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതിലെന്തുവാണ്, ഈ ഒരു അനാലിസിസ് ഓഫ് റേറ്റിൽ എന്തൊക്കെ വരും, കോസ്റ്റ് അറ്റ് ഒറിജിൻ, നമ്മൾ എന്തൊക്കെ കൺസേൺ, കോസ്റ്റ് അറ്റ് ഒറിജിൻ, അതായത് അത് ആ ഒരു ഇപ്പോൾ ടൈലിൻ്റെ കേസാണ്, ടൈല് മാനുഫാക്ചർ ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്, അപ്പോൾ അതിന് എത്ര രൂപയാകും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട്, ഞാൻ പറഞ്ഞു എന്താണ്, ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഈ ടൈല് കൊണ്ടുവരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആവും. ദെൻ റെയിൽവേ ഫ്രൈറ്റ് ടാക്സ്, അതായത് നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ പൈസയാവും എക്സ്ട്രാ. ദെൻ ടാക്സ് എമൗണ്ടും ആവും. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്നത്, ഇഫ് ദ മെറ്റീരിയൽസ് ആർ ടു ബി ക്യാരിഡ് ഫ്രം എ ഡിസ്റ്റൻറ്റ് പ്ലേസ് മോർ ദാൻ 8 കിലോമീറ്റർ ദെൻ ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് ആഡ്. അപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് എപ്പോൾ ആഡ് ചെയ്യണം, ആ ഒരു മെറ്റീരിയൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് 8 കിലോമീറ്റേഴ്സിൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ദെൻ ഇനി ഈ ഒരു റേറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കണം. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്, സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽ, ആ ഒരു വർക്ക് അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ആ ഒരു മെറ്റീരിയൽ, ലേബർ, ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിൻ്റെ റേറ്റ്സ്. ദെൻ മോട്ടാറൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ, കൺസ്ട്രക്ഷൻ മെത്തേഡ്, ആ ഒരു വർക്ക് നടക്കുന്ന സൈറ്റ്, ആ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉൾവനങ്ങളിലാണ് അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയാസിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, കോസ്റ്റ് എന്ന് പറയുന്നത്, റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെൻ പ്രോഫിറ്റ് ആൻഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഓഫ് കോൺട്രാക്ടേഴ്സ്. ദെൻ ഓവർ ഹെഡ് കോസ്റ്റ് എന്താണെന്ന് നോക്കണം. ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് നോട്ട് പ്രൊഡക്റ്റീവ് എക്സ്പെൻസസ് ഓൺ ദ ജോബ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു എന്താണ്, പ്രോഫിറ്റ്, നമ്മുടെ ഈ ഒരു അനാലിസിസ് ഓഫ് റേറ്റിൽ റേറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഓഫ് കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് കിട്ടാനായിട്ട് എത്ര 10% നമ്മൾ കോൺട്രാക്ടറിന് പ്രോഫിറ്റ് കിട്ടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇനി എന്തുണ്ട്, ഒരു ഓവർ ഹെഡ് എക്സ്പെൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഓവർ ഹെഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് നോട്ട് പ്രൊഡക്റ്റീവ് എക്സ്പെൻസസ് ഓൺ ദ ജോബ്. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് നമ്മൾ ആ എക്സ്പെൻസ് വേണ്ടി വരത്തില്ല, പക്ഷേ എന്താണ് അതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി അതിനെ അഫക്റ്റ് ചെയ്യുന്ന, ആ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എക്സ്പെൻസ് ആയിരിക്കും. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടുന്നു, അതിന് ബിൽഡിംഗ് വെറുതെ നമുക്ക് കെട്ടാൻ പറ്റത്തില്ല, സാങ്ഷൻ വേണം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് ചിലവാകും അല്ലേ. ഇതൊക്കെ എന്താണ്, ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നതാണോ? അല്ല, അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നതാണ്. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്തിനകത്ത് വരും, ഓവർ ഹെഡ് കോസ്റ്റിനകത്ത് വരും. അപ്പോൾ ഈ ഓവർ ഹെഡ് കോസ്റ്റിനകത്ത് എന്തൊക്കെ വരും എന്ന് വെച്ചാൽ, ജനറൽ ഓഫീസ് എക്സ്പെൻസസ്, പിന്നെ റെൻറ്റ്,
ദെൻ ടാക്സസ്, സൂപ്പർവിഷൻ ആൻഡ് അതർ കോസ്റ്റ്. അതായത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥലത്തില്ല, അപ്പോൾ ഞാൻ അത് സൂപ്പർവിഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വേറൊരാൾക്ക് അതിന് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഞാൻ സാലറി കൊടുക്കണമല്ലോ. അതെന്താണ് സൂപ്പർവിഷൻ ചാർജിനകത്ത് വരും. ഇതെല്ലാം എന്താണ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ആണ്. ഇനി ഇതിനകത്ത് പറയാത്ത കുറച്ച് മിസ്സലേനിയസ് എക്സ്പെൻസസ് നമുക്ക് പറയാം. എന്താണ് ജനറൽ ഓവർ ഹെഡിനകത്ത് വരുന്നതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അത് സ്റ്റാഫ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റാഫിന് സാലറി കൊടുക്കണം. സ്റ്റേഷനറി, പ്രിൻറ്റിങ്, പോസ്റ്റേജസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ടെലിഫോൺ, റെൻ്റ് ആൻഡ് ടാക്സസ്. ദെൻ ജോബ് ഓവർ ഹെഡ്സ് ഉണ്ട്, അതിനകത്ത് വരുന്ന സൂപ്പർവിഷൻ, ദെൻ ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്, റിപ്പയർസ്, ക്യാരേജ്, അമ്യൂണിറ്റീസ് ഓഫ് ലേബർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസസ് ഓൺ അഡ്വാൻസ് ആൻഡ് ഇൻഷുറൻസ്. നിങ്ങൾക്ക് ഇതിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, എങ്കിലും എന്താണ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ദെൻ അനാലിസിസ് ഓഫ് റേറ്റ് തന്നെ നമ്മൾ എന്താണ് യൂഷ്വലി വർക്ക്ഡ് ഔട്ട്, ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക്ഡ് ഔട്ട് ഫോർ ദ യൂണിറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ദ പെർട്ടിക്കുലർ ഐറ്റം ഓഫ് വർക്ക് അണ്ടർ 2 ഹെഡ്സ്. അതായത് നമ്മൾ 2 ഹെഡിങ്ങിന് താഴെയാണ് നമ്മൾ ഈ ഒരു റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഇത്ര രൂപയാകും, അല്ലെങ്കിൽ ഇത്ര 1 മീറ്റർ ക്യൂബ് മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഇത്രയും എമൗണ്ട് ആകും എന്ന് പറയും. അതുപോലെ തന്നെ ലേബറിൻ്റെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യും, റേറ്റ് ഫിക്സ് ചെയ്യാറുണ്ട്. ഇനി ഈ ഫിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വാട്ടർ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റിൻ്റെ 1.5% ആണ് ഇത്രയും എടുക്കുന്നത് വാട്ടർ ചാർജിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എത്രയാണ്, 10% ആണ്. വാട്ടർ ചാർജിന് 1.5% എന്താണ് വാട്ടർ ചാർജാണ്. ഓക്കെ. ദെൻ റേറ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ഒബ്റ്റൈൻഡ് ഫ്രം, നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ ലേബറിൻ്റെ റേറ്റ് എവിടെ നിന്ന് കിട്ടും, കറണ്ട് ഷെഡ്യൂൾ ഓഫ് റേറ്റ് നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് റേറ്റ് അതിൽ നിന്ന് കിട്ടി. അപ്പം നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ വേണ്ടേ, അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും, 1 യൂണിറ്റ് ഓഫ് ഐറ്റം ആർ ടേക്കൺ ഫ്രം സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്ക്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. റേറ്റ് നമുക്ക് കിട്ടുന്നത് കറണ്ട് ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്കിൽ നിന്നാണ്. ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്, സ്റ്റാൻഡേർഡ് ഡേറ്റ ബുക്കിൽ നിന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.